ആദ്യം ശബരിമലയിൽ നിന്നുള്ള ഒരു യാത്രയിലേക്കാണ്. ശബരിമല യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതിതീവ്ര മഴയ്ക്കും പമ്പയിലെ വെള്ളപ്പൊക്കവും കണക്കിലെടുത്താണ് തീരുമാനം. നിറപുത്തരി ചടങ്ങുകൾക്കായി ശബരിമല നട നാളെ തുറക്കും. നാളെയും മറ്റന്നാളും ശബരിമല ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, കഴിവതും യാത്ര ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ പലയിടത്തും വലിയ നാശനഷ്ടവും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ദേവസ്വം ബോർഡ് പറയുന്നത്? ഗൂഗിൾ. പ്രജിത്ത്, അങ്ങനെ തന്നെയാണ്. അതായത് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും വലിയ നാശനഷ്ടം ഈ പെരുമഴ വിതച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റാന്നി, കോന്നി മേഖല, ആറന്മുള മേഖലയൊക്കെ ഇപ്പോൾ വെള്ളത്തിനടിയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യം, ഒപ്പം പമ്പാ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. ഈ ഘട്ടത്തിലാണ് നാളെ നിറപുത്തരിക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര നട തുറക്കാനിരിക്കുന്ന ഒരു കാര്യം കൂടിയുള്ളത്. ഈ ഘട്ടത്തിൽ ശബരിമലയിലേക്കുള്ള തീർത്ഥാടന യാത്ര കഴിവതും ഭക്തർ ഒഴിവാക്കാൻ വേണ്ടി മനസ്സ് കാണിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഭക്തർ ശബരിമലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരുന്നു. അതോടൊപ്പം തന്നെ ശബരിമല പാതയിലൊക്കെ മണ്ണിടിച്ചിൽ സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തീർത്ഥാടകർ സ്വയമേവ ഈ യാത്ര ഒഴിവാക്കണമെന്നുള്ളതാണ് പറയുന്നത്. നാളെ വൈകിട്ട് 5 മണിക്കാണ് നിറപുത്തരി ചടങ്ങുകൾക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര നട തുറക്കുക. മറ്റന്നാളാണ് നിറപുത്തരി ചടങ്ങുകൾ നടക്കുക. അങ്ങനെ 2 ദിവസമാണ്, ആഗസ്റ്റ് 2, 3 ദിവസങ്ങളിലാണ് ഈ നിറപുത്തരിക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര നട തുറന്നിരിക്കുന്നുണ്ടാവുക. ഈ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ വലിയ അളവിൽ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്താറുള്ളതാണ്. എന്തായാലും ഈ ഭക്തർക്ക് പൂർണ്ണമായിട്ടും ഒരു വിലക്ക് ഏർപ്പെടുത്താത്തൊരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് ഒരു അഭ്യർത്ഥനയുമായിട്ട്, അതായത് ഭക്തർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഭക്തർക്ക് ഈ മാസം തന്നെ, ചിങ്ങമാസത്തിൽ തന്നെ വീണ്ടും ശബരീശ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. കാരണം ചിങ്ങമാസ പൂജകൾക്ക് വേണ്ടി ഈ മാസം ഓഗസ്റ്റ് മാസം 16-ാം തീയതി ശബരിമല ക്ഷേത്ര നട തുറക്കും. 21-ാം തീയതി വരെ ചിങ്ങമാസ പൂജകൾക്ക് വേണ്ടി നട തുറന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം 24-ാം തീയതി വീണ്ടും ശബരിമല ക്ഷേത്ര നട തുറക്കുന്നുണ്ട്. 24-ാം തീയതി ഓണവുമായി ബന്ധപ്പെട്ട, തിരുവോണവുമായി ബന്ധപ്പെട്ട പൂജകൾക്ക് വേണ്ടിയിട്ടാണ് 24-ാം തീയതി ശബരിമല ക്ഷേത്ര നട വീണ്ടും തുറക്കുന്നത്. 24-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ഓണ ദിവസങ്ങളിലെ പൂജകൾ ശബരിമലയിൽ നടക്കുന്നുണ്ടാവുക. അങ്ങനെ ആകെ 9 ദിവസത്തോളം ചിങ്ങമാസത്തിൽ ശബരിമല ക്ഷേത്രം നട തുറന്നിരിക്കുന്നു. തീർത്ഥാടകർക്ക് ആ ദിവസങ്ങളിൽ ശബരീശനെ ദർശിക്കുവാനായിട്ടുള്ള അവസരമുണ്ടാകും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഭക്തർ ആ തീർത്ഥാടന യാത്ര ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഭക്തരോടുള്ള ഒരു അഭ്യർത്ഥനയായിട്ട് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പമ്പ നദിയിൽ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയരുന്നുണ്ട്. സമാനമായി തന്നെ ജില്ലയിലെ മറ്റ് നദികളും അച്ചൻകോവിലാറും കക്കാട്ടാറും കല്ലാറും മണിമലയാറും ഒക്കെ തന്നെ വലിയ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയർന്ന് കരകവിയുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് റാന്നി മേഖലയിലൊക്കെ തന്നെ ഒരു പ്രളയ സമാന സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഈ മേഖലയിലൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും പൂർണ്ണമായിട്ടും ആളുകളെയൊക്കെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ക്യാമ്പുകളിലേക്ക് മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ റാന്നി, കോന്നി മേഖലകളിൽ ഇന്നലെ പെയ്ത ആ മഴ, പെയ്ത്ത് വെള്ളവും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടിയിട്ടുള്ള വെള്ളവുമൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഒലിച്ചെത്തിയിരിക്കുന്നത് ആറന്മുള ഭാഗങ്ങളിലേക്കാണ്. ആ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പ്രളയത്തിന് തുല്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒപ്പം ഈ എല്ലാ നദിയും കരകവിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ജില്ലയിൽ പ്രധാന പാതകളിലൊക്കെ തന്നെ വെള്ളം കയറി ഗതാഗതം താറുമാറായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഗവിയിലേക്കുള്ള യാത്ര പൂർണ്ണമായിട്ടും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സന്ദർശനം വിലക്കിയിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലകളിലുള്ളവരും നദീതീരങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 100-ലധികം വീടുകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 ഉരുൾപൊട്ടലുകളാണ് പത്തനംതിട്ട ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടെണ്ണം ഉണ്ടായത് ചിറ്റാർ ഭാഗത്താണ്, ഒരെണ്ണം കോന്നിയിലുമാണ്. ഉൾവനത്തിലാണ് ഈ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരിക്കുന്നത്. ഉരുൾപൊട്ടിയെത്തിയ വെള്ളവും അതോടൊപ്പം തന്നെ പെയ്ത്തുവെള്ളവും ഉൾപ്പെടെയാണ് നദികൾ കരകവിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും പമ്പാ നദി പലയിടങ്ങളിലാണ് കരകവിഞ്ഞിരിക്കുന്നത്. റാന്നി നഗരം പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. അതായത് അവിടുത്തെ ആളുകളൊക്കെ അവരുടെ പ്രതികരണം അനുസരിച്ച് 2018-ന് സമാനമായിട്ടുള്ളൊരു പ്രളയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മണിയാർ ഡാമിന് സമീപത്തുള്ള ഒരു വീട് പൂർണ്ണമായിട്ടും നശിച്ചു. ഒരു വീടിന് ഭാഗികമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും മരങ്ങളും ഇലക്ട്രിക്
പോസ്റ്റുകളും ഒക്കെ കടപുഴകി വഴികളിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പല ഭാഗങ്ങളിലേക്കും ബസ് ഗതാഗതം ഇന്ന് നടന്നിട്ടേ ഇല്ല. പ്രത്യേകിച്ച് രാവിലെ മുതൽ തന്നെ ബസ്സുകൾക്ക് പോലും എത്താൻ സാധിക്കാത്തത് മൂലം യാത്രക്കാരും വലിയ ദുരിതത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രളയ സമാന സാഹചര്യത്തിലേക്ക് ജില്ല മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് റാന്നി, കോന്നി, അതോടൊപ്പം തന്നെ തണ്ണിത്തോട്, സീതത്തോട്, ഇപ്പോൾ ആറന്മുള, കോഴഞ്ചേരി അടക്കമുള്ള മേഖലകൾ വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ജനങ്ങൾ സ്വയമേവ ഉത്തരവാദിത്തം കാണിച്ചുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പല ഭാഗങ്ങളിലും അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ട്, ജാഗ്രതാ നിർദ്ദേശവുമായിട്ട് അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക കരുതലെടുക്കണം. നദികളിൽ അനാവശ്യമായി ഇറങ്ങുകയോ മീൻ പിടിക്കാൻ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒന്ന്, ഈ പ്രദേശങ്ങളിൽ ഇനി കൂടുതലായി പത്തനംതിട്ട ജില്ലയിൽ മഴ പെയ്യാനുള്ള സാധ്യത എത്രത്തോളമാണ്? നിലവിലത്തെ ഇന്ന് രാത്രി എന്നുള്ളത് വളരെ നിർണായകമാണ്. അപ്പോൾ രാത്രിയിൽ കൂടുതൽ മഴ കനക്കാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിച്ച് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ ഗോകുൽ? പ്രജിത്തെ, അതായത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച മഴയ്ക്ക് ഇന്ന് രാവിലെ വരെ രാവിലെ ആയതിനു ശേഷം ഒരു ശമനമുണ്ടായിരുന്നു. അതായത് ഒരു 7 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 1 മണി വരെ മഴ പെയ്തിരുന്നില്ല. അത്യാവശ്യം വെയിലുണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസത്തിൻ്റെ കണിക വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലവെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ വീണ്ടും മാറി മറിയുകയാണ്. ഇപ്പോൾ കനത്ത മഴ വീണ്ടും ജില്ലയിൽ പല ഭാഗങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ ആ വെള്ളത്തിനടിയിലായ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വനമേഖലകളിൽ പെയ്യുന്ന മഴയാണ് ഏറ്റവും ദുരിതം വിതയ്ക്കുന്നത്. അവിടെ നിന്നും അത് മലവെള്ളമായിട്ട് ഒലിച്ച് ജനവാസ മേഖലകളിലേക്ക് എത്തിയാണ് ഈ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി വീണ്ടും മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ടൊരു തെല്ല് ആശങ്ക വീണ്ടും ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആറന്മുള, കോഴഞ്ചേരി മേഖലകളിലാണ് ഈ ഘട്ടത്തിൽ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുള്ള പ്രദേശങ്ങളെന്ന് പറയുന്നത്. അവിടങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അവിടുത്തെ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ, അതായത് റാന്നിയിലെയും കോന്നിയിലെയും വെള്ളമൊക്കെ ആറന്മുളയിലേക്കാണ് ഒലിച്ചെത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ അവിടെ നിന്നും ആളുകളെ മാറ്റുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും അവിടെ ആളുകൾ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അവരെയൊക്കെ റെസ്ക്യൂ സേനകളുടെ നേതൃത്വത്തിൽ അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഏറ്റവും നിർണായകമാക്കുക ഇന്ന് രാത്രിയിൽ എത്രത്തോളം മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ പ്രളയ സമാന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്ന പല മേഖലകളിലും ആശങ്ക അത് കൂടുതൽ രൂക്ഷമാകും.